എല്ലാവർക്കും എഡ്യൂലൈറ്റ് PSC യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇപ്പം കമ്പ്യൂട്ടറിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് അല്ലേ പഠിക്കുന്നത്. ടൈപ്പ് റൈറ്റിൻ്റെ ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അതിലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പം ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് കമ്പ്യൂട്ടറിലെ ഓരോ ഭാഗങ്ങളെ കുറിച്ചാണ്. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ കുറച്ച് ഹിസ്റ്ററി ഒക്കെ പറഞ്ഞു, പിന്നെ നേരിട്ട് കമ്പ്യൂട്ടറിൻ്റെ ഓരോ ഭാഗങ്ങളിലേക്ക് എത്തി. അപ്പോൾ നമ്മൾ അങ്ങനെ പഠിച്ച് മെമ്മറിയിൽ ഇപ്പോൾ എത്തി അല്ലേ. അപ്പം മെമ്മറിയിൽ നമ്മൾ റാമിനെ കുറിച്ചും റോമിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു. ഇനി നമ്മൾ ഇന്ന് പറയുന്നത് രജിസ്റ്റേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. എന്തിനെ കുറിച്ചാണ്? രജിസ്റ്ററിനെ കുറിച്ചാണ്. CPU-യിലെ ഒരു മെമ്മറിയായ ഏതാണ് രജിസ്റ്ററിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, രജിസ്റ്റർ. അപ്പം രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിലെ പ്രധാനമായി പറയുകയാണെങ്കിൽ നമ്മളെ CPU, അതായത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. അപ്പം ഈ CPU-യിലുള്ള മെമ്മറികളിൽ വെച്ച് ഏറ്റവും വേഗതയുള്ള മെമ്മറിയാണ് ഇത് രജിസ്റ്റർ. ഓക്കെ, രജിസ്റ്റർ എന്ന് പറയുന്നത് CPU-യിലെ ഏറ്റവും ഫാസ്റ്റായ അല്ലെ ഏറ്റവും വേഗതയുള്ള മെമ്മറിയാണ് ഇത് രജിസ്റ്റർ. അതേപോലെ തന്നെ മറ്റുള്ള മെമ്മറീസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ചെറിയ മെമ്മറിയുമാണ് ഇത് രജിസ്റ്റർ. ഓക്കെ, അപ്പം രജിസ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ രജിസ്റ്റർ എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെക്കുന്ന ഡാറ്റ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് അല്ലേ. അപ്പം ഡാറ്റയോ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസോ ഡാറ്റകളോ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസോ ഒക്കെ CPU-ൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സ്പേസ് അല്ലെങ്കിൽ ഒരു സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു മെമ്മറി സ്പേസ് ആണ്. ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്ന, അവിടെയാണ് ഇമ്പോർട്ടന്റ്. പെർമനന്റ് അല്ല, ടെമ്പററി. അതായത് ഡാറ്റകളോ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസോ CPU-യുടെ ഉള്ളില് ടെമ്പററി ആയിട്ട് സൂക്ഷിച്ചു വെക്കുന്ന ഒരു മെമ്മറി സ്പേസ് ആണ് ഇത് രജിസ്റ്റർ. ഓക്കെ, അപ്പം രജിസ്റ്റർ നമ്മൾ പറഞ്ഞു ഏറ്റവും ഫാസ്റ്റ് ആണ് അല്ലെ. CPU-യിലെ ഏറ്റവും വേഗതയുള്ള മെമ്മറിയാണ് ആര്? ഈ രജിസ്റ്റർ അല്ലെ. അതേപോലെ തന്നെ മറ്റുള്ള മെമ്മറികളെ നോക്കുമ്പം ഏറ്റവും ചെറുതുമാണ് ആര്? രജിസ്റ്റർ. ഓക്കെ, ഇനി ഈ രജിസ്റ്ററിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും ആരാണ് നിയന്ത്രിക്കുന്നത്? കൺട്രോൾ യൂണിറ്റ്. അതായത് നമ്മൾ CPU-യിൽ പറയില്ലേ, അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, അതേപോലെ മെമ്മറി, അങ്ങനെ മൂന്നായിട്ട് നമ്മൾ വേർതിരിച്ചിട്ടില്ലായിരുന്നോ? നമ്മൾ സ്റ്റാർട്ടിങ് മെമ്മറി പറഞ്ഞല്ല, കമ്പ്യൂട്ടറിന്റെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയ സമയത്ത് നമ്മൾ മൂന്നായി തിരിച്ചിട്ടില്ലായിരുന്നോ? ഇല്ലേ? അപ്പം അതില് പ്രൈമറി മെമ്മറി, സെക്കൻഡറി മെമ്മറി, ദെൻ പറഞ്ഞു പോകുന്നതിന് മുന്നേ പറഞ്ഞ കാര്യം ഓർമ്മയില്ലേ? അപ്പം CPU-യിലെ നമ്മൾ CPU പറയുമ്പം CPU-നെ നമ്മൾ എടുത്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. CPU-നെ നമ്മൾ മൂന്നായി തിരിക്കും എന്ന് പറഞ്ഞു. അരിത്തമെറ്റിക് യൂണിറ്റ്, അതേപോലെ കൺട്രോൾ യൂണിറ്റ്, മെമ്മറി അല്ലെ. ഇങ്ങനെ മൂന്നായിട്ട് CPU-നെ നമ്മൾക്ക് എന്ത് ചെയ്യാമായിരുന്നു? ക്ലാസിഫൈ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലുള്ള ഈ CU-നെ AU എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് യൂണിറ്റ്, CU എന്ന് പറഞ്ഞാൽ കൺട്രോൾ യൂണിറ്റ് ആണ്. ഈ കൺട്രോൾ യൂണിറ്റ് ആണ് എന്ത് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഈ കൺട്രോൾ യൂണിറ്റിന്റെ ഇൻസ്ട്രക്ഷൻസിനനുസരിച്ചാണ് ആര്? ഈ രജിസ്റ്റർ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇത് ക്ലിയർ അല്ലേ? ഇനി രജിസ്റ്ററിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി ഞാൻ പറഞ്ഞു എന്താണ്? വളരെ കുറവാണ് അല്ലെ. അപ്പം ചെറുതാണ്, അതേപോലെ തന്നെ എന്താണ്? സ്റ്റോറേജ് കപ്പാസിറ്റി എന്താണ്? കുറവുമാണ്. അപ്പം നമ്മൾ രജിസ്റ്ററിനെ കുറിച്ച് എന്തൊക്കെ പഠിച്ചു? രജിസ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? ഡാറ്റാസോ ഇൻസ്ട്രക്ഷൻസോ അല്ലെ. CPU-ന്റെ ഉള്ളില് ഡാറ്റാസോ ഇൻസ്ട്രക്ഷൻസോ ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു മെമ്മറി സ്പേസ് ആണ്, അല്ലെങ്കിൽ മെമ്മറി സ്റ്റോറേജ് സ്പേസ് ആണ് ആര്? രജിസ്റ്റർ എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ് മെമ്മറി സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? ടെമ്പററി ആയിട്ടാണ്, താൽക്കാലികമായിട്ടാണ് അല്ലെ. അപ്പൊ എന്ത് പറയാം? ഇറ്റ്സ് എ വോളറ്റൈൽ മെമ്മറി എന്നും കൂടി എന്ത് പറയാം? രജിസ്റ്ററിനെ നമുക്ക് പറയാം അല്ലേ. ഇനി രജിസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റുള്ള മെമ്മറീസിനേക്കാളും വേഗതയും കൂടുതലാണ്, അതേപോലെ അത് ചെറുതുമാണ്. ഇനി
ചെറുതുമായത് കൊണ്ട് എങ്ങനെയായിരിക്കും സ്റ്റോറേജ് കപ്പാസിറ്റിയും കുറവായിരിക്കും അല്ലേ. ഇനി രജിസ്റ്ററിലെ പ്രവർത്തനങ്ങളൊക്കെ ആരാ കൺട്രോൾ ചെയ്ത് വെച്ചിട്ടുള്ളത്? നമ്മുടെ CPU യൂണിറ്റ് ആയി തന്നെ കൺട്രോൾ യൂണിറ്റ് ആണ് എന്ത് എല്ലാം നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ ഈ കൺട്രോൾ യൂണിറ്റിന്റെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചാണ് എന്ത് രജിസ്റ്റർ പ്രവർത്തിക്കുന്നത്. ഇനി CPU പ്രധാനപ്പെട്ട രജിസ്റ്റേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഫസ്റ്റ് നമ്മൾ പറയുന്ന മെമ്മറി CPU പ്രധാനപ്പെട്ട ഒരു എന്താ പറയാ രജിസ്റ്റർ ആണ് ഇത് മെമ്മറി അഡ്രസ് രജിസ്റ്റർ. ആരാണ്? മെമ്മറി അഡ്രസ് രജിസ്റ്റർ. മെമ്മറി അഡ്രസ് രജിസ്റ്റർ. എന്താണ് മെമ്മറി അഡ്രസ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ? മെമ്മറി അഡ്രസ് രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഡാറ്റ സ്റ്റോർ ചെയ്യാണ്. നമ്മൾ എടുക്കുന്ന ഒരു ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതോ അല്ലെങ്കിൽ അതെവിടെയാണ് സ്റ്റോർ ചെയ്യപ്പെടേണ്ടതോ ഒക്കെ ഉണ്ടാവുന്ന ഒരു മെമ്മറിന്റെ ഒരു ലൊക്കേഷൻ ഉണ്ടാവല്ലോ. അപ്പം ഇതിങ്ങനെ ഒരു സ്ഥലമാണെങ്കിൽ നമ്മൾ ഒരു ഡാറ്റ ഒന്ന് വെറുതെ നിങ്ങൾ ഇമാജിൻ ചെയ്യാട്ടോ. അപ്പം ഈ നമ്മൾ കൊടുക്കുന്ന ഡാറ്റകൾ എവിടെയാണ് സ്റ്റോർ ചെയ്യേണ്ടതെന്ന്, നമ്മൾ കൊടുക്കുന്ന ഡാറ്റ അല്ലെങ്കിൽ നമ്മൾ അതിലേക്ക് വരുത്തുന്ന ഡാറ്റകൾ എവിടെയാണ് സ്റ്റോർ ചെയ്യേണ്ടതെന്നോ അല്ലെങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്യപ്പെട്ട സാധനങ്ങൾ പെട്ടെന്ന് വീണ്ടെടുക്കേണ്ടത് എവിടെയാണെന്നൊക്കെ ഉള്ള ആ ഒരു സ്ഥലമല്ലേ ആക്കുന്ന ആ മെമ്മറിയുടെ ലൊക്കേഷൻ അഡ്രസ്സ്, നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആ മെമ്മറീസിന്റെ ഒക്കെ ലൊക്കേഷൻ അഡ്രസ്സുകൾ എടുത്തു വെക്കുന്ന അല്ലെങ്കിൽ ആ ലൊക്കേഷൻ അഡ്രസ്സുകൾ സൂക്ഷിച്ചു വെക്കുന്ന രജിസ്റ്റർ ആണ് ഇത് മെമ്മറി അഡ്രസ് രജിസ്റ്റർ. പേര് പോലെ തന്നെ അതെന്താണ്, ആ ലൊക്കേഷൻ അഡ്രസ് ആണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, സൂക്ഷിച്ചു വെക്കുന്നത് അല്ലെ. നമ്മളിപ്പോ ഒരു സ്ഥലത്തിന്റെ അഡ്രസ്സ് ഉണ്ടെങ്കിലല്ലേ നമുക്കിപ്പോ ആ സ്ഥലത്ത് എത്തിപ്പെടാൻ പറ്റുള്ളൂ അല്ലെ. ഇപ്പൊ നമ്മളൊരു സ്ഥലം പറഞ്ഞു എന്ന് വെക്കുക. അപ്പൊ ആ സ്ഥലം മൊത്തമായിട്ട് ഇപ്പം കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം, കേരളം എന്ന് മാത്രം ഇതിപ്പോ കേരളം എന്നുള്ള ഒരു സംസ്ഥാനമാണെന്ന് വെക്കുക. ഈ കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം മാത്രം കിട്ടിയാൽ നമുക്ക് ഇപ്പോ ഒരു അഡ്രസ്സ് കണ്ടെത്താനാവില്ലല്ലോ. അത് നമുക്ക് കേരളത്തിലുള്ള ഏത് ജില്ലയിലാണെന്ന് കിട്ടണം അല്ലെ. കേരളത്തിലുള്ള ഏത് ജില്ലയിലാണെന്ന് കിട്ടണം, ആ ജില്ലയിൽ തന്നെയുള്ള കറക്റ്റ് ലൊക്കേഷൻ കിട്ടണം അല്ലെ, ലൊക്കേഷൻ അഡ്രസ്സ് കിട്ടണം. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് മെമ്മറിയിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സാധനങ്ങൾ, ആ സ്റ്റോർ ചെയ്ത് വെക്കുന്നവ ഇവിടെ അഡ്രസ്സ്, അതായത് എവിടെ വേണം അല്ലെങ്കിൽ അത് വീണ്ടും എവിടുന്ന് എടുക്കണം, അങ്ങനെയൊക്കെയുള്ള മെമ്മറികൾ കൃത്യമായി എവിടെയാണ് വെക്കേണ്ടതെന്നുള്ള അതിന്റെ ആ ലൊക്കേഷൻ അഡ്രസ്സ്, ഇന്നത് ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ ഇന്നത് ഇവിടെ ഉണ്ട് എന്നുള്ളതിന്റെ ആ കൃത്യമായ അഡ്രസ്സുകൾ സൂക്ഷിച്ചു വെക്കുന്ന മെമ്മറിയാണ് ഇത് മെമ്മറി അഡ്രസ് രജിസ്റ്റർ. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് നമ്മൾ പറയുന്നത് രണ്ടാമത്തെ രജിസ്റ്റർ ആണ് ഏത്? നമ്മൾ ആദ്യം ഏത് പറഞ്ഞു? മെമ്മറി അഡ്രസ് രജിസ്റ്റർ പറഞ്ഞു. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് മെമ്മറി ബഫർ രജിസ്റ്റർ. ഏതാണ്? മെമ്മറി ബഫർ. മെമ്മറി ബഫർ രജിസ്റ്റർ. മെമ്മറി ബഫർ രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെമ്മറി ബഫർ രജിസ്റ്റർ നമുക്ക് നല്ല എളുപ്പമാണ് പറയാൻ. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കൊരു ഡാറ്റ, ആ ഡാറ്റയുടെ നമ്മൾ എടുക്കുന്ന ഒരു ഡാറ്റ, അതായത് നമുക്ക് പ്രോസസ്സിങ്ങിന് വേണ്ട ഒരു ഡാറ്റ, അതായത് നമ്മൾ എടുക്കുന്ന ഒരു ഡാറ്റയുടെ പ്രോസസ്സിങ്ങിന് വേണ്ടി ആ പ്രോസസ്സിങ് നടക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന മെമ്മറി എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാം? മെമ്മറി ബഫർ രജിസ്റ്ററിനെ സിമ്പിൾ ആയിട്ട് പറയാം. അതായത് ഒന്നും കൂടെ വിശദീകരിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന ഡാറ്റ, ആ ഡാറ്റയുടെ പ്രോസസ്സിങ്ങിന് വേണ്ടി എടുക്കുന്ന പ്രോസസ്സർ ഇല്ലേ,
ആ പ്രോസസ്സറും അതിലേക്ക് കൊടുക്കുന്നതുമായ ഡാറ്റകൾ, അതായത് നമ്മളൊരു പ്രോസസ്സിങ്ങിന് വേണ്ടി എടുക്കുന്ന ഡാറ്റ പ്രോസസ്സിങ്ങും ആ പ്രോസസ്സിങ്ങിലേക്ക് വേണ്ടപ്പെട്ട ഡാറ്റകളും ഒക്കെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു രജിസ്റ്റർ ആണ് ഏത്? മെമ്മറി ബഫർ രജിസ്റ്റർ. ഇതൊക്കെ നിങ്ങൾ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പൊ നമ്മൾ പഠിക്കുന്ന നേരം രജിസ്റ്റർ എന്ന് പഠിക്കുമ്പോൾ ഏതൊക്കെ CPU-ലുള്ള പ്രധാനപ്പെട്ട രജിസ്റ്റേഴ്സ് ഉണ്ടെന്നും കൂടി നമ്മൾ അറിയണം. അതിനു വേണ്ടിയിട്ടാണ് ഏതൊക്കെ ഉണ്ട് എന്ന് നമ്മൾ എടുത്തു പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് ഏത്? ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഏതാണ്? ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. എന്താണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ? ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നിർദ്ദേശങ്ങൾ എന്നല്ലേ, അല്ലെ? അപ്പം എളുപ്പത്തിൽ പറഞ്ഞാൽ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ, അല്ലെ പ്രോസസ്സിംഗ് നിർവഹിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഏത് രജിസ്റ്റർ ആണ്? ഏത്? ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഇത് ക്ലിയർ അല്ലേ? ഇനി നാലാമത്തത്, അടുത്തതാണ് ഇത് പ്രോഗ്രാം കൗണ്ടർ. ഏതാണ്? പ്രോഗ്രാം കൗണ്ടർ. ഏതാണ്? പ്രോഗ്രാം കൗണ്ടർ. പ്രോഗ്രാം കൗണ്ടർ എന്ന് പറഞ്ഞാൽ എന്താ? പ്രോഗ്രാം കൗണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രോഗ്രാം കൗണ്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊസസ്സർ അടുത്തതായി ചെയ്യുന്ന അല്ലെങ്കിൽ അടുത്തതായി ചെയ്യേണ്ട ഡാറ്റ അല്ലെങ്കിൽ പ്രോസസ്സിംഗ് അടുത്തതായി ചെയ്യേണ്ടത് സൂക്ഷിച്ചു വെക്കുന്ന ഏത് ഒരു രജിസ്റ്റർ ആണ്? ഇത് പ്രോഗ്രാം രജിസ്റ്റർ. പ്രൊസസ്സർ അടുത്തതായി അല്ലെങ്കിൽ പ്രോസസ്സിങ്ങിന് വേണ്ട അടുത്ത ഡാറ്റ സൂക്ഷിച്ചു വെക്കുന്ന ഒരു രജിസ്റ്റർ ആണ് ഏത്? പ്രോഗ്രാം രജിസ്റ്റർ. അപ്പൊ അതിന്റെ അഡ്രസ്സ് സൂക്ഷിച്ചു വെക്കുന്നതുണ്ട്, അതേപോലെ തന്നെ ഏതൊക്കെ എവിടുന്ന് വേണമെന്ന് എടുക്കുന്നുണ്ട്, അതിന് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതുണ്ട്, അതേപോലെ അടുത്ത പ്രോഗ്രാം ഏതല്ല അടുത്ത ഡാറ്റ നിർവഹിക്കേണ്ടത് ഏതാണ്, പ്രോസസ്സിംഗ് ചെയ്യേണ്ടത് ഏതാണെന്ന് റെഡിയാക്കി വെക്കുന്ന രജിസ്റ്ററും ഉണ്ട്, അല്ലേ? അപ്പൊ ഇങ്ങനെ കൃത്യമായിട്ട് ഒക്കെ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഈ മെമ്മറി. അപ്പം ഇതിന്റെയൊക്കെ പ്രവർത്തന ഫലമായിട്ടാണ് നമ്മൾ ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ അതിനനുസരിച്ച് തന്നെ നമുക്ക് എന്തെന്ന് കിട്ടുന്നത്? കമ്പ്യൂട്ടർ ഔട്ട്പുട്ട് ആയിട്ട് മിനിറ്റുകൾക്കകം നമുക്ക് ലഭിക്കുന്നത്. ഇനി ഒരൊറ്റ രജിസ്റ്ററും കൂടെ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മെമ്മറി രജിസ്റ്ററിലുള്ള പ്രധാനപ്പെട്ട CPU-ലെ രജിസ്റ്റേഴ്സ് ഒക്കെ കഴിഞ്ഞു. ഇനി അടുത്ത് ഞാൻ പറയുന്നത് അക്യുമുലേറ്റർ ആണ്. ആരാണ്? അക്യുമുലേറ്റർ. ആരാണ്? അക്യുമുലേറ്റർ. എന്താണ് അക്യുമുലേറ്റർ? അക്യുമുലേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിലെ CPU-ന്റെ ഒരു പ്രധാനപ്പെട്ട യൂണിറ്റ് ആണല്ലോ അരിത്തമെറ്റിക് യൂണിറ്റ്, അല്ലെ? അപ്പം കമ്പ്യൂട്ടറിലെ CPU-ലെ പ്രധാനപ്പെട്ട ഭാഗമായ അരിത്തമെറ്റിക് ലോജിക്കൽ യൂണിറ്റിലെ അരിത്തമെറ്റിക് ലോജിക്കൽ യൂണിറ്റ് ഉപയോഗിച്ചിട്ടല്ലേ നമ്മൾ അരിത്തമെറ്റിക് ലോജിക് കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ളതിന്റെ ആ ഔട്ട്പുട്ട് അല്ലെങ്കിൽ അതിന്റെയൊക്കെ റിസൾട്ടുകൾ സൂക്ഷിച്ചു വെക്കുന്ന ഒരു രജിസ്റ്റർ ആണ് ഏത്? അക്യുമുലേറ്റർ. അക്യുമുലേറ്റർ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് AUയിലുള്ള പ്രവർത്തനങ്ങളുടെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ അതിന്റെ റിസൾട്ടുകളൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു രജിസ്റ്റർ ആണ് ഏത്? അക്യുമുലേറ്റർ. ഓക്കെ, അപ്പൊ നമ്മളിവിടെ രജിസ്റ്ററിനെ കുറിച്ചും രജിസ്റ്ററിലെ CPU-ലെ പ്രധാനപ്പെട്ട 5 രജിസ്ട്രേഷൻസ് ഏതൊക്കെയാണെന്നാണ് നമ്മളിവിടെ പഠിച്ചത്. ഇനി നമുക്ക് സിമ്പിൾ ആയിട്ട് ഇവയൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്ത് പറഞ്ഞു നോക്കാം. ഓക്കെ, അപ്പം ഈ ഇപ്പം പറഞ്ഞ എന്താണ് രജിസ്റ്റർ, അതേപോലെ പ്രധാനപ്പെട്ട രജിസ്റ്ററിലെ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട രജിസ്റ്ററുകൾ എന്നൊക്കെ ഉള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ പറഞ്ഞു നോക്കാം. ഇങ്ങനെ നമ്മൾ ക്ലാസ് കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്താണ്, നമുക്ക് കുറച്ചും കൂടി ഒരു എളുപ്പമായിരിക്കും പഠിക്കാൻ. പിന്നെ നമ്മൾ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയല്ലേ.
ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ രജിസ്റ്ററിനെ കുറിച്ച് പറഞ്ഞു അല്ലെ. അപ്പൊ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞത്? CPU-ലെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു മെമ്മറിയാണ് ഇത് രജിസ്റ്റർ. ചെറുതാണ്, സ്റ്റോറേജ് കപ്പാസിറ്റി കുറവാണ്. ഇനി രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ CPU-യുടെ ഉള്ളിലുള്ള ഡാറ്റകള് അതേപോലെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മെമ്മറി സ്റ്റോറേജ് സ്പേസ് ആണ് എന്ത് സിംപ്ലി എന്ത് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മൾ പറഞ്ഞു കൺട്രോൾ യൂണിറ്റ് ആണ് രജിസ്റ്ററിന്റെ പ്രവർത്തനങ്ങളെയൊക്കെ കാര്യമായിട്ട് എന്ത് ചെയ്യുന്നത്? നിയന്ത്രിക്കുന്നത് അല്ലേ. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞത് CPU-ലെ പ്രധാനപ്പെട്ട രജിസ്റ്റേഴ്സിനെ കുറിച്ചാണ്. ഫസ്റ്റ് നമ്മൾ മെമ്മറി അഡ്രസ് രജിസ്റ്റർ എന്താണെന്ന് പറഞ്ഞു. അതായത് കൃത്യമായിട്ട് അതിന്റെ ആ ലൊക്കേഷൻ അഡ്രസ്സ് സൂക്ഷിച്ചു വെക്കുന്ന രജിസ്റ്ററുകളാണ് ഇത് മെമ്മറി അഡ്രസ് രജിസ്റ്റർ. ബഫർ എന്ന് പറയുന്നതിൽ ഡാറ്റ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സിംഗ് നടക്കുന്നത് അല്ലെങ്കിൽ അതിന് അതിന് ശേഷം നടക്കേണ്ട പ്രോസസ്സിംഗ് ഏതൊക്കെയാണെന്നൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത് ആര് മെമ്മറി ബഫർ രജിസ്റ്റർ. ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രോസസ്സർ നിർവഹിക്കേണ്ട നിർദ്ദേശങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്നതാണ് ആര് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. പ്രോഗ്രാം കൗണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോസസ്സ് ഒന്ന് ചെയ്തു കഴിഞ്ഞു, അപ്പൊ അടുത്തത് എന്താണോ ചെയ്യേണ്ടത് എന്നുള്ളത് സൂക്ഷിച്ചു വെക്കുന്ന രജിസ്റ്റർ ആണ് ഇത് പ്രോഗ്രാം കൗണ്ടർ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് ആരെയായിരുന്നു? അക്യുമുലേറ്റർ ആയിരുന്നു. അക്യുമുലേറ്റർ എന്ന് പറഞ്ഞാൽ സിംപ്ലി പറഞ്ഞാൽ AU-വിലുള്ള പ്രവർത്തനങ്ങളുടെയൊക്കെ റിസൾട്ട് സൂക്ഷിച്ചു വെക്കുന്ന ഒരു രജിസ്റ്റർ ആണ് ഇത് അക്യുമുലേറ്റർ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ രജിസ്റ്ററിനെ കുറിച്ചും പ്രധാനപ്പെട്ട അഞ്ച് CPU-ലെ 5 രജിസ്റ്ററുകളെ കുറിച്ചുമാണ് പറഞ്ഞത്. നമുക്ക് ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇവയെ കുറിച്ചൊക്കെ നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിലെ മറ്റൊരു ഭാഗത്തെ കുറിച്ച് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.